Welcome to mathematics class. Today I would like to discuss the reduction formula for integral sin raised to mx cos raised to nx dx. Okay, we have already discussed integral sin raised to nx dx and integral cos raised to nx dx. Now we shall discuss integral sin raised to mx cos raised to nx dx, this type of integrals. So let im comma n is equal to integral sin raised to mx cos raised to nx dx. Okay, it can be written as ഞാൻ ഈക്വൽ ടുവിനെ കുറച്ച് ബാക്കോട്ട് വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് എഴുതുമ്പം തന്നെ നന്നാക്കി ഇങ്ങനെ എഴുതാം. ലെറ്റ് IMN ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം, കുറച്ചും കൂടി ഒരു വലിച്ച് എഴുതിയാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ റേസ് ടു m-1x കോസ് റേസ് ടു nx ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. സൈൻ റേസ് ടു എമ്മിനെ ഞാൻ m-1 ഇൻറ്റു 1 എന്ന് എഴുതി. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ റേസ് ടു 1x. ഓക്കെ, സോ സൈൻ റേഷ്യോ m-1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ റേഷ്യോ mx തന്നെയാണ്. അപ്പോൾ ഞാൻ സൈൻ റേഷ്യോ എമ്മിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് m-1ഉം 1ഉം ആക്കി എഴുതി. ഇനി ഞാനിത് എന്ത് ചെയ്യുന്നു, ഇനി നമുക്കറിയാം ഞാൻ ഇയാളെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തു, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നു. അപ്പം എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഞാൻ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്തു, ഇതിനെ ബ്രാക്കറ്റിൽ എഴുതാം നമുക്ക്. സോ യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ വരിക, സൈൻ റേസ് ടു m-1x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. വാട്ട് ഈസ് ഇൻ്റഗ്രൽ കോസ് റേസ് ടു nx ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇങ്ങനെ വന്നാൽ നമുക്കറിയാം ഇതെന്താ, കോസിൻ്റെ ഡെറിവേറ്റീവാണ് സൈന്. അതുകൊണ്ട് തന്നെ പുട്ട് t ഈക്വൽ ടു കോസ് എക്സ്. വാട്ട് വി ഗെറ്റ്, t ഈക്വൽ ടു കോസ് എക്സ് ഇൻ്റഗ്രൽ ബിക്കം ഇൻ്റഗ്രൽ t റേസ് ടു n dt ആയി മാറും. കാരണം dt എന്താ വരിക, if t equal to cos x, dt equal to minus sin x dx. So sin x dx will be minus dt. So it is t raised to n into minus dt ആയിരിക്കും ഇത്. Okay, this is t, cos x is t, so t raised to n into this is minus dt, t raised to n into minus dt. What is integral t raised to n dt? t raised to n plus 1 divided by n plus 1. ഒരു നെഗറ്റീവ് പുറത്തുണ്ടാവും. മൈനസ് ഓഫ് ടി റേസ് ടു n plus 1 by n plus 1 plus c എന്ന് വരും. ടിക്ക് തിരിച്ച് cos x തന്നെ കൊടുത്താൽ cos raised to n plus 1 by n plus 1 plus c എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ കിട്ടുക, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ വരിക, കോസ് റേസ് ടു n plus 1x by n plus 1 മൈനസ്, ഓക്കെ ഇവിടെ മൈനസും ഉണ്ടാവും. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ റേസ് ടു m-1ൻ്റെ ഡെറിവേറ്റീവ് എന്താ, m-1 സൈൻ റേസ് ടു m-2x m-1 sin ratio m-2x into, okay, m-1 sin ratio m-2x into സൈനിൻ്റെ ഡെറിവേറ്റീവായ കോസ് എക്സ് ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ അവിടെ കിട്ടിയിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് റേസ് ടു n plus 1x by n plus 1. ഇനി ഇവിടെ ഒരു ഡി എക്സും വരും. അപ്പോൾ ടോട്ടൽ എന്താ വരിക, മൈനസ് സൈൻ റേസ് ടു m-1x കോസ് റേസ് ടു n plus 1x, ഈ മൈനസ് പുറത്ത് വരും. അപ്പോൾ മൈനസ് സൈൻ റേസ് ടു m-1x കോസ് റേസ് ടു n plus 1x ഡിവൈഡഡ് ബൈ ഒരു n plus 1 ഉണ്ട്, n plus 1, ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടി പ്ലസ് ആവും. പ്ലസ് m-1 by n plus 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. m-1ഉം n plus 1ഉം കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ സൈൻ റേസ് ടു m-2x ഇൻറ്റു കോസ് റേസ് ടു n plus 1xനെ ഞാൻ nx എഴുതി. പിന്നെ ഒരു കോസ് ഇവിടെ ബാക്കിയുണ്ട്, ഇവിടെ ഒരു കോസും ഉണ്ട്, അതിനെ ഞാൻ cos സ്ക്വയർ എക്സ് എന്ന് എഴുതി, cos സ്ക്വയർ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഇതേ കാര്യം തന്നെ എഴുതുക, പ്ലസ് ഇത് ഇതേമാതിരി ഇങ്ങോട്ട് എടുത്ത് എഴുതുക, m-1 by n plus 1 ഇൻ്റഗ്രൽ സൈൻ റേസ് ടു m-2x കോസ് റേസ് ടു nx ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ എന്നാക്കുക. കോസ് സ്ക്വയറിനെ
1 മൈനസ് സൈൻ സ്ക്വയർ എന്നാക്കുക. കോസ് സ്ക്വയറിനെ 1 മൈനസ് സൈൻ സ്ക്വയർ ആക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എഗെയിൻ ഈ സാധനം ഒന്നും കൂടി എടുത്ത് ഇറക്കി എഴുതുക. പ്ലസ് എം മൈനസ് 1 ബൈ എം എൻ പ്ലസ് 1 ഇൻ്റഗ്രൽ ആദ്യം സൈൻ റേസ് എം മൈനസ് 2 ഇൻറ്റു കോസ് റേസ് ടു എൻ ഇൻറ്റു 1 ഇൻറ്റു ഡി എക്സ് എന്നും പിന്നെ രണ്ടാമത്തെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് എ മൈനസ് ബി ഉണ്ട്. അപ്പോൾ ഇത് ഇൻറ്റു എ മൈനസ് ഇത് ഇൻറ്റു ബി അങ്ങനെ വരും. അപ്പോൾ സൈൻ റേസ് ടു എം മൈനസ് 2 ഇൻറ്റു കോസ് റേസ് ടു എൻ ഇൻറ്റു 1 വരും. സൈൻ റേസ് ടു എം മൈനസ് 2 ഇൻറ്റു കോസ് റേസ് ടു എൻ എക്സ് ഡി എക്സ് എന്ന് വരും. മൈനസ് പിന്നെ ഇത് വരും. അപ്പം മൈനസ് എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 വീണ്ടും എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം മൈനസ് 2ഉം സൈൻ റേസ് ടു എം മൈനസ് 2ഉം സൈൻ സ്ക്വയറും കൂടി എം മൈനസ് 2 പ്ലസ് 2 എം ആവും. സൈൻ റേസ് ടു എം എക്സ് കോസ് റേസ് ടു എൻ എക്സ് ഡി എക്സ് ആയി മാറും. ലെഫ്റ്റ് സൈഡിൽ ഐ എം എൻ. ഇതെന്താ സാധനം? ഇത് ഐ എം എൻ തന്നെയാണ്, ഐ എം എൻ ആണ്. ഞാനിത് വായിക്കാൻ പോവാണ്, ഇത് വായിക്കുകയാണ്. So Imn is equal to I suffix mn is equal to minus sin raised to m minus 1 x cos raised to n plus 1 x divided by n plus 1 plus m minus 1 by n plus 1. ഇതെന്താ സാധനം നോക്ക്. ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം കോസ് റേസ് ടു എൻ. സൈൻ റേസ് ടു എമ്മും കോസ് റേസ് ടു എൻ ആകുമ്പോൾ ഐ എം എൻ ആ വരിക. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? എമ്മിൻ്റെ സ്ഥാനത്ത് എം മൈനസ് 2 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് എൻ തന്നെയാണ്. അപ്പോൾ ഇത് ഐ എം മൈനസ് 2 കോമ എൻ ആണ് ഇത് സാധനം. എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഇൻറ്റു ഐ എം മൈനസ് 2 കോമ എൻ മൈനസ് എൻ മൈനസ് 1 ബൈ എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഐ എം എൻ. ദിസ് ഈസ് ഐ എം കോമ എൻ. ദിസ് ഈസ് ഐ എം എൻ. ഐ എം എൻ ആണ് ഇത് സാധനം. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഐ എം എന്നിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടാവും? ഐ എം എന്നിൻ്റെ കൂടെ കോഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ ഒരു പ്ലസ് 1 ഒരു 1 ഉണ്ടാവും. ഇത് മൈനസ് ഉള്ള ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും. എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ റേസ് ടു എം മൈനസ് 1 എക്സ് കോസ് റേസ് ടു എൻ പ്ലസ് 1 എക്സ് ബൈ എൻ പ്ലസ് 1 പ്ലസ് m minus 1 by m n plus 1 I m minus 2 n. ബാക്കി അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ഇത് വരിക ഐ എം എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എം മൈനസ് 1 എൻ പ്ലസ് 1 പ്ലസ് എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 എന്ന് വരും. ഇതെന്താ വരിക? 1ഉം 1ഉം ക്യാൻസൽ ചെയ്തിട്ട് എം പ്ലസ് എൻ ബൈ എൻ പ്ലസ് 1 എന്ന് വരും. ഇതെന്താ വരിക? ഞാൻ ചുരുക്കി എഴുതുകയാണ്, ഞാൻ കുറേ സ്റ്റെപ്പ് എടുക്കണ്ട വിചാരിച്ചിട്ട് എഴുതുകയാണ്. എം പ്ലസ് എൻ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ റേസ് ടു എം മൈനസ് 1 എക്സ് കോസ് റേസ് ടു എൻ പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് എം മൈനസ് 1 ബൈ എൻ പ്ലസ് 1 ഐ എം മൈനസ് 2 എൻ. നൗ we have to get I suffix m comma n. So I m comma n നെ ഇവിടെ നിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഞാൻ ത്രൂ ഔട്ട് ഹരിക്കുക. എം പ്ലസ് എൻ ബൈ എൻ പ്ലസ് 1 കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക. എൻ പ്ലസ് 1 ബൈ എം പ്ലസ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈയിങ് ബൈ അപ്പം ഇങ്ങനെ കിട്ടും. മൾട്ടിപ്ലൈയിങ് ബൈ ഇതിൻ്റെ റെസിപ്രോക്കൽ എൻ പ്ലസ് 1 ബൈ എം പ്ലസ് എൻ എന്ത് കിട്ടും? ഇതിനെ എൻ പ്ലസ് 1 ബൈ എം പ്ലസ് എൻ കൊണ്ട് ഹരിച്ചാൽ ഇതായിട്ട് വെട്ടിപ്പോവും, ഇത് ക്യാൻസലായി പോവും. പിന്നെ എന്താ ഉണ്ടാവുക? ഈ എൻ പ്ലസ് 1ഉം ഈ എൻ പ്ലസ് 1ഉം ക്യാൻസലാവും. പിന്നെ എന്തുണ്ടാവും? മൈനസ് സൈൻ റേസ് ടു എം മൈനസ് 1 എക്സ് കോസ് റേസ് ടു എൻ പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ ഈ എം പ്ലസ് എൻ താഴേക്ക് വരും. എം പ്ലസ് എൻ കാരണം ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എൻ പ്ലസ് 1 ബൈ എം പ്ലസ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ പ്ലസ് 1ഉം എൻ പ്ലസ് 1ഉം ക്യാൻസലായി പോകും. ഇതിൻ്റെ താഴെ എം പ്ലസ് എൻ ഉണ്ടാവും. പ്ലസ് ഇതേമാതിരി ഇവിടെ എൻ പ്ലസ് 1ഉം എൻ പ്ലസ് 1ഉം ക്യാൻസലായി പോകും. പിന്നെ എം മൈനസ് 1 ബൈ എം പ്ലസ് എൻ ഐ എം മൈനസ് 2 കോമ എൻ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം എക്സ് കോസ് റേസ് ടു എൻ എക്സ്. ഐ എം എൻ തിരിച്ച് തന്നെ കൊടുക്കുക. ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ റേസ് ടു എം മൈനസ് 1 എക്സ് കോസ് റേസ് ടു എൻ പ്ലസ് 1 എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ പ്ലസ് എം മൈനസ് 1 ബൈ എം പ്ലസ് എൻ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം മൈനസ് 2 എക്സ് cos raised to nx dx. This is the formula, reduction formula for, this is the reduction formula for, this is the
റിഡക്ഷൻ ഫോർമുല ഫോർ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം കോസ് റേസ് ടു എൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം എക്സ് കോസ് റേസ് ടു എൻ എക്സ് ഡി എക്സിൻ്റെ റിഡക്ഷൻ ഫോർമുലയാണ് ഇത്. ഓക്കെ, എന്താ കിട്ടിയത്? മൈനസ് സൈൻ റേസ് ടു എം മൈനസ് വൺ എക്സ് കോസ് റേസ് ടു എൻ പ്ലസ് വൺ എക്സ് minus sin raised to m minus 1x cos raised to n plus 1x divided by m plus n plus m minus 1 by m plus n integral sin raised to m minus 2 cos raised to n. Okay, this is the okay. Now നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ തുടക്കത്തിൽ ഞാൻ ചെയ്തത് എന്താ? ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം കോസ് റേസ് ടു എന്നിനെ ഞാൻ എന്താ ചെയ്തത്? സൈൻ റേസ് ടു എമ്മിനെ സൈൻ റേസ് ടു എം മൈനസ് വണ്ണും സൈനും ആക്കി സ്പ്ലിറ്റ് ചെയ്തു. സൈൻ റേസ് ടു എം മൈനസ് വൺ എക്സും സൈൻ എക്സും ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇതിന് പകരം ഒരാൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു എം എക്സ് അങ്ങനെ തന്നെ നിർത്തി, സൈൻ റേസ് ടു എം എക്സ് അങ്ങനെ തന്നെ നിർത്തി, കോസ് റേസ് ടു എൻ മൈനസ് വൺ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇങ്ങനെയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? കോസിന് ടി കൊടുക്കുക, അല്ല കോസിനല്ല സൈനിന് ടി കൊടുക്കുക, സൈനിന് ടി കൊടുക്കുക. അപ്പം എന്ത് വരും? ടി റേസ് ടു എം ഇൻറ്റു ഇത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സോറി ഇങ്ങനെ എടുക്കുക, കോസ് റേസ് ടു എൻ മൈനസ് വണ്ണിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും സൈൻ റേഷ്യോ എം ഇൻറ്റു കോസ് എക്സിനെ സൈൻ റേഷ്യോ എം എക്സ് ഇൻറ്റു കോസ് എക്സിനെ ഇത് ആൻഡ് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കൊടുക്കുക. ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേറൊരു ഫോർമുല കിട്ടും. അത് ഇത്ര നിർബന്ധമില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഇത് കാണാതെ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി ഇതും പറ്റുമെങ്കിൽ പഠിക്കുക. ഓർ നിങ്ങൾക്ക് ഇങ്ങനെയും കിട്ടും, സൈൻ റേസ് ടു എം പ്ലസ് വൺ എക്സ്. അപ്പോൾ പ്രോബ്ലം ചെയ്യാണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാലും മതി, സൈൻ റേസ് ടു എം പ്ലസ് വൺ cos raised to n minus 1x divided by m plus n plus n minus 1 by m plus n integral sin raised to mx cos raised to n minus 2x dx. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എം മൈനസ് വൺ ആണ്, ഇവിടെ എം പ്ലസ് വൺ ആണ്, ഇവിടെ എൻ പ്ലസ് വൺ ആണ്, ഇവിടെ എൻ മൈനസ് വൺ ആണ്. എം പ്ലസ് എന്നിന് വ്യത്യാസമില്ല. എം മൈനസ് വണ്ണിന് പകരം എൻ മൈനസ് വൺ ആണ്. പിന്നെ ഇവിടെ എം മൈനസ് ടുവിന് പകരം ഇവിടെ എം തന്നെയാണ്, എന്നിന് പകരം എൻ മൈനസ് ടു ആണ്. അപ്പോൾ അങ്ങനെ ഇതിൽ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ്. ഈ രണ്ടാമത്തെ കോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഫസ്റ്റത്തെ എങ്ങനെ കിട്ടിയത്? നമ്മളിവിടെ പ്രൂവ് ചെയ്തത് എന്ത് വെച്ചാൽ സൈനിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അവർ ഫുൾ മാർക്കൊക്കെ വേണ്ട ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യണം? ഇതും കൂടി ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു എക്സസൈസ് ഹോംവർക്കായിട്ട് എന്ത് ചെയ്ത് നോക്കുക? കോസിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് സൈൻ റേഷ്യോ എമ്മും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കോസ് റേഷ്യോ എൻ മൈനസ് വണ്ണും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് സൈൻ റേഷ്യോ എമ്മിൻ്റെ കോസും ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഡെറിവേഷൻ ഒന്നും കൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് കിട്ടുന്നില്ലേ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസാണ്, ശരിക്കും എക്സസൈസാണ് അതാ ചെയ്യേണ്ടത്. എക്സസൈസ് എന്ത് ചെയ്യുക? ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ഓഫ് സെക്കൻഡ് ഫോർമുല എന്താണ്? നിങ്ങൾക്ക് എക്സസൈസാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ നോട്ടിൽ ഉണ്ടാവണം. അപ്പോൾ അത് ഇനി പറ്റാത്തവർ ചെയ്യണം എന്നില്ല, നിർബന്ധമില്ല. പരമാവധി ആളുകൾ ചെയ്യുക, അത് പറ്റുന്നവരൊക്കെ ചെയ്യുക. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമില്ല, കിട്ടുന്നവർക്കൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നോക്ക്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല എമ്മും എന്നും ഏത് നമ്പറാണെങ്കിലും, എമ്മും എന്നും ഓടോ ഈവനോ, രണ്ടാളും ഓടോ രണ്ടാളും ഈവനോ, ഒരാളോടും ഒരാൾ ഈവനും ആണെങ്കിലോ, അങ്ങനെ ഏത് കേസിലും നമുക്ക് എം ഓടും എൻ ഈവൻ, അല്ലെങ്കിൽ എം ഈവൻ എൻ ഓട്, എമ്മും എന്നും ഈവൻ, എമ്മോ എന്നും ഓട്, അങ്ങനെ 4 കേസ് ഉണ്ട്. ഈ 4 കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫോർമുലാസാണ് ഇത് രണ്ടും. ഇനി എമ്മോ എന്നോ ഓടാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ ഏതുപോലെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ പിന്നെ ആക്ച്വലി ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 6x dx ആണെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം? ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 6x ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ ഫോർമുല ഉണ്ടല്ലോ. ഏത്? പിന്നെ 6 ആകുമ്പോൾ 5/6 4/3 എന്നൊക്കെ പറഞ്ഞിട്ട് n - 1/n n - 3/n - 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ആ ഫോർമുല ഉണ്ടല്ലോ, അത് തന്നെ ചെയ്യണം. പക്ഷേ സൈൻ റേഷ്യോ 7 ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, 0 to π/2 അല്ലെങ്കിൽ കേട്ടോ, 0 to π/2 കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇതാണ്,
ഇൻ്റഗ്രൽ ഇതല്ല. അപ്പോൾ സൈൻ റേഷ്യോ 6x ആയിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഫോർമുല ഉണ്ടല്ലോ, മൈനസ് സൈൻ റേഷ്യോ m-1x ബൈ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ ഇതിന്, അതിൽ അപ്ലൈ ചെയ്യണം. പക്ഷെ 7 ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. 7 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ സൈൻ റേഷ്യോ 6x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് ചെയ്യുക. എന്നിട്ട് ഇതിനെ 1 മൈനസ് കോസ് സ്ക്വയർ ഹോൾ ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കോസിന് ടി എന്ന് കൊടുത്തിട്ട് കോസ് എക്സിന് ടി എന്ന് കൊടുത്തിട്ട് ഇത് സുഖമായിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ആ എൻ ഓടാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെയും ഉണ്ട് നമുക്ക് എന്ത്, എമ്മോ എന്നോ ഓടാണെങ്കിൽ എം ഓടാന്ന് വിചാരിക്കുക. ഇഫ് എം ഈസ് ഓട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ആയി വിചാരിക്കുക. ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എം ആണ് ഓട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ കോസിനാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, ടി കൊടുക്കേണ്ടത്. പുട്ട് ടി ഈക്വൽ ടു കോസ് എക്സ്, ടി ഈക്വൽ ടു കോസ് എക്സ്, ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്, ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. സോ ഇൻ്റഗ്രൽ ബിക്കംസ് ഐ എന്ന് എഴുതാം. നമുക്ക് ഇൻ്റഗ്രലിനെ ഐ എന്ന് വിളിക്കുക. ഐ ബിക്കംസ് ഇൻ്റഗ്രൽ സൈൻ ക്യൂബ്. സൈൻ ക്യൂബിനെ ഞാൻ എന്ത് എഴുതി, സൈൻ ക്യൂബിന് എനിക്ക് കോസ് സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ, ഇതാണ് സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് അല്ലേ. സൈൻ ക്യൂബിന് എനിക്ക് എന്ത് ചെയ്താ, സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സാ. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്തായി മാറും, സൈൻ എക്സ് ഡി എക്സ് എന്തായി മാറും, സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി ആയി മാറും ഇൻറ്റു മൈനസ് ഡി ടി. അപ്പോൾ ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ, 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഡി ടി, ഒരു നെഗറ്റീവ് പുറത്തും ഉണ്ടാവും. സോ ഇൻ്റഗ്രൽ എന്ത് വരും, ഇങ്ങനെ വരും, ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി റേസ് ടു 4 മൈനസ് ടി സ്ക്വയർ ഡി ടി, ടി റേസ് ടു 4 മൈനസ് ടി സ്ക്വയർ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ടി റേസ് ടു 5/5 മൈനസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. സോ ആൻസർ ഈസ് ടിക്ക് എന്ത് കൊടുക്കുക, ടിക്ക് കോസ് എക്സ് കൊടുത്താൽ കോസ് ക്യൂബ് എക്സ് ബൈ കോസ് റേസ് ടു 5x/5 മൈനസ് കോസ് ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നാണ് പറയണത്, എം ഓടാണെങ്കിൽ സൈനിൻ്റെ പവർ ഓടാണെങ്കിൽ കോസിന് ടി എന്ന് കൊടുക്കുക. തിരിച്ചാണെങ്കിൽ കോസിൻ്റെ പവറാണ് ഓടെങ്കിൽ എന്നാണ് ഓടെങ്കിൽ എൻ ഓടാണെങ്കിൽ കോസിൻ്റെ പവറാണ് ഓട്. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് ടി ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. ആ കേസിൽ നിങ്ങൾ, അപ്പോൾ അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല, അതടക്കട്ടെ, അത് വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഈ എക്സാമ്പിൾ ഞാൻ ചെയ്തതാണ് ഇപ്പോൾ ഇത്. നോക്ക് ശരിയാണോ എങ്ങനെ നോക്കുക, ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ സാധനം കിട്ടുമോ നോക്കിയാൽ, ഇൻ്റഗ്രൻ്റ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ആൻസറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൻ്റ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുക, 1/5 ഇൻറ്റു കോസ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5 കോസ് റേസ് ടു 4 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ മൈനസ് 1/3 ഇൻറ്റു കോസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. പിന്നെ സീൻ്റെത് 0 പോട്ടെ, 5 ക്യാൻസൽ ആയി പോകും. കോസ് റേസ് ടു 4 സൈൻ എക്സ് മൈനസ് കോസ് റേസ് ടു 4x സൈൻ എക്സ് എന്ന് വരും. ഇത് മൈനസും കൂടി പ്ലസ് ആവും, കോസ് സ്ക്വയർ എക്സ് സൈൻ എക്സും ആവും. രണ്ടിലും സൈൻ എക്സ് കോമൺ ആണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്, സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് രണ്ടിലും കോമൺ ആണ്. സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് കോമൺ ആണ്. അപ്പോൾ 1 ഉണ്ടാവും ഇവിടെ. 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പറഞ്ഞ് പുറത്തെടുത്താൽ ബാക്കി കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഇറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഈസ് സൈൻ ക്യൂബ് എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ്, കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ് കിട്ടിയില്ലേ. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ്, കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൻ്റ് തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറൊക്കെ ശരിയാണോ നോക്കാൻ ഇത്ര ചെയ്ത് നോക്കിയാൽ മതി. കിട്ടിയ സാധനം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചോദ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആൻസറായി, കറക്റ്റാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പം നിങ്ങൾക്ക് റിമാർക്കായിട്ട് എഴുതാം എന്ത്,
റിമാർക്കായിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ എഴുതിക്കോ. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോഴാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചാണ്ട് നോട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, റിമാർക്ക് ഇഫ് എം ഈസ് ഓഡ്. എം ഓഡ് എന്ന് പറഞ്ഞാൽ എം ആരുടെ പവറാട്ടോ? എം ആരുടെ പവർ അറിയോ? സൈൻ്റെ പവർ ഓഫ് സൈൻ എക്സ്. സൈനിൻ്റെ പവർ, സൈൻ ഫംഗ്ഷൻ്റെ സൈൻ്റെ പവറാണ് ഓഡ് എങ്കിൽ പുട്ട് ടി ഈക്വൽ ടു കോസ് എക്സ്. If n is odd, put t equal to sin x. Then we can easily evaluate integral sin ratio cos raised to n dx. Integral sin ratio cos raised to n വീണ്ടും സ്പീഡിൽ ചെയ്യാൻ പറ്റും. എപ്പോൾ എം ഓടാണെങ്കിൽ ടി ഈക്വൽ ടു കോസ് എക്സും എൻ ഓടാണെങ്കിൽ ടി ഈക്വൽ ടു സൈൻ എക്സും കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കുക. തിരിച്ചുള്ളത് സൈൻ ക്യൂബ് കോസ് റേസ് ടു 4, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എൻ ഓടല്ല കിട്ടേണ്ടത്. എൻ ഓട് കിട്ടണമെങ്കിൽ സൈൻ റേസ് ടു 10 കോസ് ക്യൂബ്. സൈൻ റേസ് ടു 10 കോസ് ക്യൂബ്. എക്സാമ്പിൾ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 10x കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. അപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോഴേക്കും അങ്ങോട്ട് ബേജാറാവുമെന്നും വേണ്ട. 10 ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറേ ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഫോർമുലയിൽ കൊടുക്കണമെങ്കിൽ വലിയ ഫോർമുല കുറേ ഡിറൈവ് ചെയ്യേണ്ടി കേട്ടോ, കുറേ ചെയ്യേണ്ടി വരുത്. പക്ഷേ ഇതിൽ ഈ ട്രിക്ക്, ഈ റിമാർക്ക് ഉപയോഗിച്ചിട്ട് ഇത് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ ചെയ്യൽ? ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇതിൽ n ആണ് ഓഡ്. ഹിയർ n ഈസ് ഓഡ്. Therefore, put t equal to sin x. So integral becomes t raised to 10 into. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ i is equal to sin raised to 10x into 1 cos square into cos എന്ന് എഴുതാം. cos square x into cos x dx. അപ്പോൾ dt എന്താ വരിക? cos x dx ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇൻ്റഗ്രൽ സൈൻ റേസ് ടു 10x ഇൻറ്റു കോസ് സ്ക്വയറിനെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതി. 1 മൈനസ് സൈൻ സ്ക്വയർ ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി റേസ് ടു 10 ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഡി ടി. സോ ഇറ്റ് ഈസ് ടി റേസ് ടു ഇൻ്റഗ്രൽ ടി റേസ് ടു 10 ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ടി റേസ് ടു 12 ഡി ടി. സോ ഇറ്റ് ഈസ് ടി റേസ് ടു 11/11 മൈനസ് ടി റേസ് ടു 13/13 പ്ലസ് സി. അപ്പോൾ ആൻസർ വരിക ടി റേസ് ടു 11/11 എന്ന് പറഞ്ഞാൽ സൈൻ റേസ് ടു 11/11 എക്സ് മൈനസ് സൈൻ റേസ് ടു 13/13 എക്സ് പ്ലസ് സി. ദിസ് ഈസ് ദ ആൻസർ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ